നമസ്കാരം. ഇന്നലെ ദ്വാരക ഉൽപ്പത്തിയും മുചുകുന്ദ മോക്ഷവുമാണ് നമ്മൾ കേട്ടത് അല്ലേ? മുചുകുന്ദനെ അനുഗ്രഹിച്ച് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം മുരാന്തകൻ നേരെ മധുരയിലെത്തി. യവന സൈന്യം കോട്ട വളഞ്ഞ് ആക്രമണോദ്യുക്തരായി നിൽക്കുകയായിരുന്നു അവിടെ. കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് ആ സൈന്യത്തെ മുഴുവനും 3.25 നാഴിക നേരം കൊണ്ട് കൊന്നൊടുക്കി. അപ്പോഴത്തേക്ക് പതിവ് പോലെയുള്ള 23 അക്ഷൗഹിണി പടകളോടുകൂടി ജരാസന്ധനും അവിടെ ആഗമിച്ചു. എന്നിട്ട് ഘോരമായ യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധത്തിൽ ചെറുത്ത് നിൽക്കാൻ ശക്തിയില്ലാത്ത ഭാവത്തിൽ രാമകൃഷ്ണന്മാർ രണാങ്കണത്തിൽ നിന്നും പേടിച്ചോടി. ജരാസന്ധനും പടയും അവരുടെ ധൈര്യത്തെ പുച്ഛിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു. ജ്യേഷ്ഠനും അനുജനും തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. അത് കണ്ട് മാഗധന് കുറച്ചുകൂടി ധൈര്യവും ശൗര്യവും വർദ്ധിച്ചു. ജരാസന്ധനെ എന്നിട്ട് പറയാണ്, എടാ ഗോപപിള്ളേരെ, നിങ്ങളുടെ ധൈര്യമൊക്കെ എവിടെ പോയി? ഇപ്പോൾ പശു മേക്കലല്ല യുദ്ധം, അത് മനസ്സിലായല്ലോ. ചുണയുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞു നിന്ന് പോരാടുക. സാമർഥ്യം കാണട്ടെ. പാവങ്ങൾ പേടിച്ചോടുന്ന ഓട്ടം കണ്ടില്ലേ? ഇങ്ങനെ പരിഹാസവാക്കുകൾ ഉച്ചത്തിൽ ജൽപ്പിച്ചുകൊണ്ട് ജരാസന്ധനും അവരുടെ പുറകെ തന്നെ വിടാതെ ഓടിത്തുടങ്ങി. ഒടുവിൽ വസുദേവാത്മജന്മാർ രക്ഷപ്പെടാനുള്ള നാട്യത്തിൽ പ്രവർഷണത്തിൻ്റെ അധിത്യകയിൽ ചാടിക്കയറി. അവരെ അവിടെയിട്ട് ചുട്ട് ചാമ്പലാക്കാമെന്ന് കരുതി പർവ്വതത്തിനു ചുറ്റും തീ കൊളുത്താൻ മാഗധൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. വല്ലിയിലതകൾക്കും വൃക്ഷങ്ങൾക്കും മുളങ്കാടുകൾക്കും തീ പിടിച്ച് ആളി കത്താൻ തുടങ്ങി. ആ സമയം കൃഷ്ണൻ ജ്യേഷ്ഠനെ കയ്യിന്മേൽ പിടിച്ചുകൊണ്ട് പർവ്വത മൂർധാവിങ്കൽ നിന്നും കുതിച്ചു ചാടി സമുദ്രത്തിൻ്റെ മീതെ പതംഗദ്വന്ദ്ം എന്ന പോലെ 2 പതംഗങ്ങൾ എന്ന പോലെ പറന്ന് മിന്നൽ പിണർ വേഗത്തിൽ ദ്വാരകയിൽ ചെന്ന് വീഴാണ്. അങ്ങനെ അവർ ചാടിപ്പോയത് മാഗധാദികൾ ആരും കണ്ടില്ല. ആ യാദവ ബാലന്മാർ വന്നിയിൽ ദഹിച്ചു പോയെന്ന് തന്നെ ജരാസന്ധൻ തീരുമാനിച്ചു. ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ചു എന്ന് മാത്രമല്ല, അവരെ അഗ്നിയിലിട്ട് ചുട്ടുകളഞ്ഞു എന്നുള്ള വിജയ ആഹ്ലാദ തിമിർപ്പോടെ ജരാസന്ധൻ വെടിപടഹാദികളോടും ഭേരീനാദങ്ങളോടും കൂടി മധുരാപുരിയിൽ പ്രവേശിച്ച് 4 ഗോപുരങ്ങളിലും കൊട്ടാരമണിമേടകളുടെ മുകളിലും വെന്നിക്കൊടികൾ പാറിച്ചു. പിന്നീട് മധുരാപുരി മന്നവനായി കംസപുത്രനെ വാഴിക്കുകയും ചെയ്തു. അങ്ങനെ ജരാസന്ധൻ്റെ ഭാഗം തൽക്കാലത്തേക്ക് ഇവിടെ കഴിയാണ്. ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ബലരാമ വിവാഹം നടക്കുന്നുണ്ട്. ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിതമായതും ഇന്ദ്രാദി സർവദിക്പാലകന്മാരാലും നൽകപ്പെട്ട സമ്പത്ത് വിഭൂതികളാൽ അനുഗ്രഹീതമായതുമായ ദ്വാരക എന്ന ദ്വാരാവതിയിൽ ദേവദേവേശനായ ദേവകീനന്ദനൻ യദുവംശതിലകനായിട്ട് വാഴാൻ തുടങ്ങിയല്ലോ. ചുരുങ്ങിയ കാലം കൊണ്ട് ദ്വാരക പ്രകീർത്തിതമായ ഒരു പുണ്യനഗരിയായി തീർന്നു. മഹർഷിമാരും മഹത്തുക്കളും സദാ ദ്വാരക സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. നഗരവീഥികൾ ഏത് സമയവും ജനനിബിഡാണ്. ഈ മധുരാപുരി മന്നവനായിരുന്ന ഉഗ്രസേനനെ തന്നെ ദ്വാരകയിലെ അരജനായും രാജാവായും ഭരണാധികാരിയായും വാഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉദ്ധവർ, സാത്യകി, അക്രൂരൻ, കൃതവർമാവ്, ഗദൻ, സാരണൻ തുടങ്ങിയവർ തന്നെയായിരുന്നു സജീവ പ്രമാണികൾ. ഉഗ്രസേനനായിരുന്നു രാജാവ് എങ്കിലും കൃഷ്ണനായിരുന്നു യഥാർത്ഥത്തിൽ ദ്വാരകാധിപതി. ബലരാമനും ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നു. വിശിഷ്യ ജ്യേഷ്ഠനെന്നുള്ള നിലയിൽ എല്ലാ കാര്യവും കൃഷ്ണരാമനുമായി ആലോചിക്കുമായിരുന്നു. ശൂരസേനൻ, വാസുദേവൻ മുതലായ പിതാക്കന്മാർ രാജഭരണ കാര്യങ്ങളിൽ കൈകടത്താറുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ ഏതാനും കഴിഞ്ഞു. രാമകൃഷ്ണന്മാർക്ക് കൗമാരം ആയി. കൗമാരം തരണം ചെയ്ത് താരുണ്യത്തിലേക്ക് ചരണമൂന്നി. ബലരാമൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് വസുദേവർ ഉഗ്രസേനനുമായി ആലോചിച്ചു. ശീലഗുണവും രൂപഗുണവും തികഞ്ഞ ഒരു കന്യകയെ തിരഞ്ഞെടുക്കണം. അതിനു വേണ്ടി പല രാജകൊട്ടാരങ്ങളിലും വിവാഹ സന്ദേശകന്മാർ കയറിയിറങ്ങി.
പണ്ട് സൂര്യവംശ രാജാവായിരുന്ന ശര്യാദിയുടെ ഒരു പുത്രനായിരുന്നു ആനർത്തൻ. ആനർത്തൻ എന്ന പാർത്ഥിവേന്ദ്രൻ ഭൃഗുതനയനായ ച്യവന മഹർഷി വിവാഹം കഴിച്ചിരുന്നത് ഈ ആനർത്തൻ്റെ സഹോദരിയായ സുകന്യയെയാണ്. അപ്പോൾ ആ മന്നവൻ്റെ വകയായി പശ്ചിമ സമുദ്രത്തിലുണ്ടായിരുന്ന കുശസ്ഥലി എന്ന ദ്വീപാണ് ദ്വാരകയായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടത്. ഈ ആനർത്തൻ്റെ പുത്രനായിട്ട് രേവതൻ എന്ന ഒരു മാനവശ്രേഷ്ഠൻ ജനിച്ചു. അദ്ദേഹത്തിന് 100 പുത്രന്മാരും ഏറ്റവും ഇളയവളായിട്ട് രേവതി എന്ന ഒരു പുത്രിയും ജനിച്ചു. അവൾ വളർന്ന് അതിസുന്ദരിയായ ഒരു കന്യകാമണിയായി പുലർന്നു. അവൾക്കനുരൂപനായ ഭർത്താവ് ആരായിരിക്കണം എന്നുള്ള ചിന്ത പിതാവായ രേവതൻ്റെ ഹൃദയത്തെ അലട്ടാൻ തുടങ്ങി. അദ്ദേഹം ബ്രഹ്മദേവനെ ചെന്ന് തൃക്കൺ പാർത്തു കണ്ടു. തൻ്റെ വിഷമാവസ്ഥ ധരിപ്പിച്ചു. സാരസോദ്ഭവൻ സമാധാനപ്പെടുത്തി. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന നിനക്ക് നിന്റെ പുത്രിയുടെ കാര്യത്തെക്കുറിച്ച് ഇത്ര വിഷമം തോന്നാൻ എന്താ കാരണം? നീ വിഷമിക്കേണ്ട. ഇവൾ എന്നും വിവാഹം കഴിക്കുന്നതുവരെ നിത്യകന്യകയായിരിക്കും. സൗന്ദര്യത്തിനും പ്രായത്തിനും വ്യത്യാസം വരികയില്ല. യുഗങ്ങൾ കഴിഞ്ഞ് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ വസുദേവൻ എന്ന യാദവശ്രേഷ്ഠന് അനന്താംശം കൊണ്ട് ബലഭദ്രൻ എന്ന നാമധേയത്തിൽ എന്ന പേരിൽ ഒരു പുത്രൻ ജനിക്കും. അന്ന് ആ കുമാരൻ ഇവളെ വിവാഹം കഴിക്കും. നിന്റെ പുത്രിക്ക് വിധിക്കപ്പെട്ട വല്ലഭൻ ബലരാമനായതിനാൽ ആ കാലം വരെ കാത്തിരിക്കണം. രേവതൻ ബ്രഹ്മാവിനെ വന്ദിച്ച് വിഷാദത്തോടെ തിരിച്ചു പോന്നു. കാലം വളരെ കഴിഞ്ഞു. യുഗം അവസാനിച്ചു. ദ്വാപരയുഗം പിറന്നു. യദുവംശത്തിൽ വസുദേവപുത്രനായി ബലരാമനും അവതീർണനായി. രേവതിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും എല്ലാം ദിവംഗതരായി മരിച്ചു. എങ്കിലും അവൾ ഇന്നും അതിരൂപലാവണ്യം തികഞ്ഞ ഒരു കന്യകാരത്നമായി അവശേഷിച്ചിരുന്നു. അവളുടെ ആകൃതിക്കോ പ്രായത്തിനോ യാതൊരു വ്യത്യാസവും വന്നിരുന്നില്ല. ദാതാവിൻ്റെ നിയോഗമനുസരിച്ച് ബലഭദ്രൻ രേവതിയെ വിവാഹം ചെയ്തു ദ്വാരകയിലേക്ക് കൊണ്ടുപോന്നു. ദ്വാരകയായി തീർന്നിരിക്കുന്നത് ആ ദ്വീപ് ഒരു കാലത്ത് അവളുടെ പിതാമഹൻ്റെ വകയായിരുന്നു, കുശസ്ഥലിയെ. അത് ആ രഹസ്യം ആ അങ്കനാമണി അറിഞ്ഞിരിക്കാൻ വഴിയില്ല. എന്തായാലും വിധിയുടെ ഒരു കളി എന്ന പോലെ വീണ്ടും ആ സ്ഥലത്ത് രേവതി തന്നെ വന്ന് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ബലഭദ്രൻ്റെ വിവാഹം നടക്കുന്നത്. അടുത്തത് രുക്മിണി സ്വയംവരം നടക്കുന്നുണ്ട്. ചെന്താമരക്കണ്ണന് 24 വയസ്സ് പ്രായമായി. രാമൻ്റെ വിവാഹം കഴിഞ്ഞു. ഇനി കൃഷ്ണൻ്റെ വിവാഹം കൂടി ഉടനെ നടത്തണം. പക്ഷേ അവന് യോജിച്ച ഒരു പെൺകുട്ടി എവിടെ ഇരിക്കുന്നു? ഈ ഭൂമണ്ഡലം മുഴുവനും തിരഞ്ഞാലും കിട്ടുമോ എന്ന സംശയമാണ് എന്ന് വസുദേവർ ഒരു ദിവസം ദേവകിയോട് പറഞ്ഞപ്പോൾ അവൾ അതിനോട് യോജിച്ചുകൊണ്ട് പ്രതിവചിച്ചു. തിരിച്ചു പറയാണ്, അവൻ വിവാഹം കഴിച്ചു കാണാൻ എനിക്കും ഉണ്ട് വളരെ ആഗ്രഹം. പക്ഷേ അവൻ്റെ കാര്യമായതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ വല്ലത് നടക്കുമോ? അവന് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട്, രാമൻ്റെ പത്നി രേവതിയെ പോലെ. അവളെ അവൻ കൊണ്ടുവന്നുകൊള്ളും. ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത്. സുഭദ്രയും പ്രായമായി വരുന്നു. അവൾക്ക് വേണ്ടിയും നല്ല ഭർത്താവിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സുഭദ്ര കൃഷ്ണൻ്റെ സഹോദരിയാണ്. എല്ലാം വിധി പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് വസുദേവർ ആ സംഭാഷണം അങ്ങനെ അവിടെ നിർത്തി. ആ കാലത്ത് വിദർഭ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മകൻ എന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയായിരുന്നു സന്താനങ്ങളിൽ. ഏറ്റവും ഇളയവളായിരുന്നു പുത്രി. അവളുടെ പേര് രുക്മിണി എന്നായിരുന്നു. മൂത്ത പുത്രൻ്റെ പേര് രുക്മി എന്നും ആയിരുന്നു. താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങി ഒരു ദേവലോക സുന്ദരിയേക്കാൾ സുന്ദരിയായി രുക്മിണി വളർന്നു. ഇങ്ങനെ അഴകും ആകെ ചന്തവും തികഞ്ഞ ഒരു രാജകുമാരി ഭൂതലത്തിൽ ഒരിടത്തും ജനിച്ചിട്ടില്ല എന്നുള്ള കീർത്തിയും നാടെങ്ങും പരന്നു. തൻ്റെ മകൾക്ക് അനുരൂപനായ ഭർത്താവ് ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്നും ആയതിനാൽ അവളെ ആ കോമളാംഗനെ കൊണ്ട് വേളി കഴിപ്പിക്കണം എന്നും അവനീപതി രുക്മിണിയുടെ അച്ഛൻ
ആഗ്രഹിച്ചു. വിവരം പത്നിയെയും ധരിപ്പിച്ചു. മാതാപിതാക്കളുടെ ആഗ്രഹവും ഉദ്ദേശവും രുക്മിണി രഹസ്യമായി അറിഞ്ഞു. പരിചാരികമാരുടെ ചെവികളിലും ഏറെക്കുറെ അത് എത്തി. അവർ രാജകുമാരിയുടെ മുമ്പിൽ ചെന്ന് ആ രാജഹംസത്തിൻ്റെ മഹനീയ ഗുണങ്ങളെക്കുറിച്ചും മതിമോഹന രൂപ സൗന്ദര്യാദികളെക്കുറിച്ചും പുകഴ്ത്തി പറയാനും തുടങ്ങി. കൃഷ്ണനെക്കുറിച്ചേ. അപ്പോൾ കൃഷ്ണൻ്റെ അദ്ഭുത ചരിതങ്ങളെയും അതിരറ്റ ശ്യാമള കോമള കളേബര ഭംഗിയെയും പറ്റി രുക്മിണി നേരത്തെ തന്നെ കേട്ടിരുന്നു. അന്നു മുതൽ അവളുടെ മനസ്സിൽ മാധവൻ്റെ മന്മഥ മനോജ്ഞ രൂപം നിഴലാടാനും തുടങ്ങി. അപ്പോൾ രുക്മിണി സ്വയംവരം അടുത്ത ദിവസം വിശദമായിട്ട് പറയാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.